89.6 FM സർഗക്ഷേത്ര. നമസ്കാരം, വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് അന്നയാണ് കേട്ടോ. സോ എന്നത്തെയും പോലെ ഉയരയിലൂടെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു വലിയ സ്റ്റെപ്പ് ഇന്നും എടുത്തിരിക്കുകയാണ്. അറിയാം, എനിക്ക് ഉറപ്പാണ് ഞാൻ ഒറ്റയ്ക്കല്ല ഈ യുദ്ധത്തിൽ. എന്റെ കൂടെ ഒരു വലിയ പോരാളി തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. പരിചയപ്പെടാം അല്ലേ നമുക്ക്? അല്ലേ? അതെ അതെ. ഇപ്പൊ അതെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് വെച്ചാല് ഫാമിലി കൗൺസിലർ, ലൈഫ് സ്കിൽസ് ട്രെയിനർ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിലെ പാരാ ലീഗൽ വോളണ്ടിയർ, മെന്റർ, ഇങ്ങനെ കുറേയധികം തസ്തികകൾ അല്ലെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരുപാട് പൊസിഷൻസ് ഓൺ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ സോൾ ആണ് ബീന മൻസൂർ. വെൽക്കം മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു അന്ന. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉയരെ എന്ന് പറയുന്ന ഷോയിലൂടെ ഒരുപാട് വ്യക്തികളെ അവരുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഉയർത്തണം. അതെ, ഓക്കെ. എന്തായാലും മാം തീർച്ചയായിട്ടും അതിന് എന്റെ കൂടെ സപ്പോർട്ടിനുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ പതിയെ അറിയേണ്ട ഒരു സമയത്തിലേക്ക് കൂടെ എത്തിയിരിക്കുകയാണ് അല്ലെ. ശരിക്കും ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്കിൽ ട്രെയിനർ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. എന്താണ് ഈ ലൈഫ് സ്കിൽ ട്രെയിനർ, അല്ലെങ്കിൽ എന്താണ് ഈ ഫാമിലി കൗൺസിലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൗൺസിലിംഗ് നമുക്ക് അറിയണ പരിപാടിയാണ്, പക്ഷെ ഇതെന്താണ് ഈ സംഭവം എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നു മാമിനെ കാണുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഞാനപ്പോ ഒരു ചെറിയ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നു ആ ക്വസ്റ്റ്യൻ. എന്താണ് ഒരു ലൈഫ് സ്കിൽ ട്രെയിനർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫാമിലി കൗൺസിലർ ചെയ്യുന്നത്? ഫാമിലി കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലീനെ ഫുള്ളായിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഹെൽപ്പ് കൊടുക്കുന്നതാണ് ഫാമിലി കൗൺസിലിംഗിൽ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് സ്റ്റുഡൻ്റ് ഉണ്ട്, പേരൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും വരുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഫാമിലി കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഒരു ഫാമിലീനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവരുടെ എന്താണ് പ്രശ്നം, ഇഷ്യൂസ് എന്ന് കണ്ടിട്ട് അത് സംസാരിച്ച് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫാമിലി കൗൺസിലറിൻ്റെ ഒരു ഡ്യൂട്ടി. ലൈഫ് സ്കിൽ ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ലൈഫ് സ്കിൽ ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ഇൻഡിവിജ്വലിന് ആവശ്യമുള്ളതായിട്ടുള്ള കുറേ സ്കിൽസ് ഉണ്ട്. അവർക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ആരുടെയെങ്കിലും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ ആവാൻ ഇഷ്ടമില്ലേന്ന് ചോദിച്ചാൽ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവത്തില്ല. അപ്പം ആ ഒരു സക്സസ് അവർക്ക് ലൈഫിൽ കിട്ടാനായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതാണത്. ട്രാൻസ്ഫോം ചെയ്യണം. അതിപ്പം സ്റ്റുഡൻ്റ് ആവാം, പേരൻസ് ആവാം, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, ആര് വേണമെങ്കിലും ആവാം. ഇപ്പോൾ സക്സസ് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. ആ ഒരു ട്രാൻസ്ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലൈഫ് സ്കിൽ ട്രെയിനർ. ഓ ബ്യൂട്ടിഫുൾ, നൈസ്. എന്തായാലും മാം ഏകദേശം 17 വർഷത്തിലധികമായിട്ട് ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെ. ശരിക്കും എന്താണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം? വൈ ലൈഫ് സ്കിൽ ട്രെയിനർ? ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു ലേണിംഗ് ഡിസബിലിറ്റി ട്രെയിനറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെൻ്റെ മോൾക്ക് മലയാളത്തിൻ്റെ ഒരു ഡിഫിക്കൽറ്റി വന്ന ടൈമിൽ എന്താണ് വാട്ട് ഈസ് ബിഹൈൻഡ് ഹെർ സ്ട്രഗിൾ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട് എന്ന് അറിയുന്നത്. കുട്ടികളിൽ പഠനത്തിന് ബുദ്ധിമുട്ട്. പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ RCIയുടെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ആൽഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൃശ്ശൂരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ 85% ഓഫ് ദ സ്റ്റുഡൻസ് ജനറ്റിക്കായിട്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്, ലേണിംഗ് ഇഷ്യൂസ് വരുന്നത്. ബാക്കി ഒരു 15% ആണ് ആക്സിഡൻസ് അല്ലെങ്കിൽ ഫെർദർ ലൈഫിൽ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഹെൽപ്പ് ഫാമിലിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കൗൺസിലിങ്ങിലേക്ക് തിരിഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ഇത് രണ്ടും വന്നു, ഫാമിലിയും കുട്ടികളും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓൾ അറൗണ്ട് എല്ലാവർക്കും വേണ്ടുന്ന ഒരു സ്കിൽസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോഴാണ് ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിലേക്ക് മാറിയത്. ഇതാണ് എന്റെ പാഷൻ മനസ്സിലായ ഒരു മൊമെന്റ്. ഫോട്ടെ അതാണ് കുറച്ചും കൂടി. അങ്ങനെയാണ് മെന്ററിങ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി. ബ്യൂട്ടിഫുൾ. എന്തായാലും ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിമറിച്ച ഒരു വലിയ എക്സ്പീരിയൻസ് മാമിനുണ്ട് അല്ലെ. തീർച്ചയായും ഒരുപാട് ജീവിതങ്ങൾ മാമിനെ ഇപ്പോൾ മാറ്റിയതായിട്ട്, അല്ലെങ്കിൽ ഒരു നേരത്തെ നമ്മൾ യൂസ് ചെയ്തൊരു വേർഡ് തന്നെ ഞാൻ പറയാണ്, ട്രാൻസ്ഫോം അല്ലെ. ട്രാൻസ്ഫോം ചെയ്ത ഒരുപാട് ജീവിതങ്ങൾ മാമിന്റെ കൺമുൻപിലുണ്ട്. ഇനിയും ഒരുപാട് ജീവിതങ്ങൾ നല്ല രീതിയിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് മാമിന് പറ്റട്ടെ. നമുക്കൊരു പാട്ടിലേക്ക് പോയിട്ട് വന്നാലോ? തീർച്ചയായിട്ടും. മാമിന് പാട്ട് ഇഷ്ടമുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണോ? ഒരുപാട് ഇഷ്ടമാണ് പാട്ട്, പാടാൻ അറിയില്ല എന്നേ ഉള്ളൂ. ഓക്കെ. എന്തായാലും നമുക്ക് ഒരുമിച്ച് റേഡിയോയിലെ പാട്ട് കേട്ട് തിരിച്ചു വരാം. ഓക്കെ. റേഡിയോയുടെ പാട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയാണ് അല്ലേ? തീർച്ചയായും. ഓക്കെ. അപ്പൊ എന്തായാലും തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കാനായിട്ട്
സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോറും കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് അന്നയും ബീന മാമുമാണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. ഇന്ന് നമ്മൾ ചിറക് നൽകാനായിട്ട് പോകുന്നത് ഒരു വിഭാഗത്തിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ആൻഡ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്ത, അതായത് ഈ ഒരു വേർഡിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് പലർക്കും ഇന്ന് അറിയില്ല. നമ്മൾ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാമിലൂടെ ഇതിനൊരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഗ്യാരണ്ടി പറയാനുള്ള ഒരു കാര്യം. ബിക്കോസ് എൻ്റെ കൂടെ ഒരു എക്സ്പെർട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ഫാമിലി കൗൺസിലർ, ലൈഫ് സ്കിൽസ് ട്രെയിനർ, അതുപോലെ തന്നെ നമ്മുടെ DLSAയിലെ PLV ആണ് അല്ലെ. ആൻഡ് ഇനിയും ഒരുപാട് പദവികളുണ്ട്, നമുക്ക് വഴി അറിയാം അല്ലെ. യെസ്, അപ്പൊ കുറച്ച് മുൻപ് മാം ഈ ഒരു പാഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം ആക്ച്വലി മാമിന്റെ മകള് തന്നെയാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ എപ്പോഴെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് വന്നത് ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താണ് അത് തോന്നാതിരിക്കാനുള്ള ഒരു കാരണം എന്താണ്? അതായത് നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് മുൻപോട്ട് പോകാനുള്ള ഏറ്റവും വലിയ സ്ട്രെങ്ത്താണ് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ടുള്ളത്. ഞാൻ മുഖേനയുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററീസ് ഉണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ, ഓർത്തു വെക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ മാം, അത് പറയുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണെന്നുള്ളത് എനിക്ക് ആ ഒരു ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് മാമിനെ മുഴുവനായിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന ആ മുഖത്തെ ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം യു ആർ ഹാപ്പി എന്നുള്ളത്. യെസ്, നമുക്ക് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിൽ നിന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങാം. കുട്ടികളാണ് നമ്മൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പൊ കുട്ടികളെ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഓൾമോസ്റ്റ് വീട്ടിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗംഭീരമായിട്ടുള്ളൊരു ക്ലാസ്സിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത് സ്കൂളിലെ ക്ലാസ് അല്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ സമ്മർ വെക്കേഷൻ ക്യാമ്പുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാലന്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, കോഴ്സുകൾ, ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് കുട്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെയാണ് നമ്മളിപ്പോൾ കുറച്ചധികം ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളെ സംബന്ധിച്ച് ഒരു ഉപദേശം എന്ന് പറയുന്നത് അവർക്ക് തീരെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അതിപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്ന മെത്തേഡിൽ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇന്ന് പറ്റും അല്ലെ. യെസ്, അപ്പോൾ നമ്മുടെ കുട്ടീസിന് ആവശ്യമായിട്ടുള്ള ലൈഫ് സ്കിൽസ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും മാം? ആക്ച്വലി ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടോപ്പിക്കേ എല്ലാവർക്കും അറിയില്ല. അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള 10 സ്കിൽസ് ഉണ്ട്. ഈ 10 സ്കിൽസ് ആക്ച്വലി ഈച്ച് ഇൻഡിവിജ്വൽ, അത് ഏത് പ്രായമുള്ളവരായാലും ആർക്കാണെങ്കിലും ആവശ്യമുള്ള സ്കിൽസാണ്. നമുക്ക് സക്സസ് വേണം ലൈഫിൽ. ആ സക്സസ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് ഈ സ്കിൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ആ ഒരു സ്കിൽസിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് ആണ്. സെൽഫ് ആയിട്ട് അവെയർ ആവുക. ആ വേർഡ് അത്രയും ചെറിയൊരു വേർഡ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് സെൽഫ് അവെയർനെസ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്നായിരിക്കും കുട്ടികൾ പറയുക. തീർച്ചയായിട്ടും. പക്ഷെ അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾക്ക് ഇഷ്ടങ്ങൾ, എല്ലാവർക്കും ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അത് ഇഷ്ടമാണ് ഇത് ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഈ 2 കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട സ്കിൽസ് ഉണ്ട്. നമ്മളെക്കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നമ്മൾക്കാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഏരിയയിൽ ചിന്തിക്കില്ല. നമ്മൾ സെൽഫ് അവെയർനെസ്സിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് എത്ര ടാലൻസ് ഉണ്ട് എന്ന് ചോദിക്കുമ്പം ആദ്യം കുട്ടികളൊക്കെ 4-5 ടാലൻസ് ആണ് പറയും. അത് കഴിഞ്ഞ് ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പം അവർ തന്നെ പറയും എനിക്ക് 40 ഉണ്ട്, എനിക്ക് 20 ഉണ്ട്, എനിക്ക് 80. ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം 81 സ്കോർ വരെ ഇത്രയും എനിക്കുണ്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എന്റെ ലൈഫിൽ. എനിക്ക് തോന്നുന്നു മാം ആദ്യം തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടാവും എത്ര ടാലൻസ് എനിക്ക് ഉണ്ടെന്ന്. അപ്പൊ ചിലപ്പോ ഇതുപോലെ 10 താഴെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വന്ന മാറ്റം മാമിനെ തന്നെ ചിലപ്പോൾ ഞെട്ടിച്ചിട്ടുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞു, അതായത് ഭംഗിയായിട്ട് പൊട്ട് വരയ്ക്കാൻ കഴിവുള്ള കുട്ടികൾ എന്ന് ചോദിച്ചപ്പോൾ അതൊരു സ്കില്ലാണോ ടീച്ചറേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സാരി ഡ്രേപ്പ് ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം, ഒരാളെ കിട്ടാൻ ഭയങ്കര പൈസ കൊടുക്കണം, മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. അതൊക്കെ സ്കില്ലാണ്. ഇപ്പം നമ്മൾ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്.
അതിൽ ഒരു ഏരിയ ഗാർഡനിങ് സ്കില്ലാണ്. അതിൽ ചിലർ പറയും എനിക്ക് പഠിത്തം മാത്രമല്ല സ്കില്ല്, ഈ സ്കിൽസ് എല്ലാം ഉണ്ട്. എല്ലാ ഇൻഡിവിജ്വലിലും ഇതിനെ പോലെ തന്നെ ഒരുപാട് സ്കിൽസ് ഉണ്ട്. പക്ഷെ അതിൽ അവർക്ക് റിയലൈസേഷൻ വേണം. ഈ സെൽഫ് റിയലൈസേഷൻ ആണ് ഈ സെൽഫ് അവയർനെസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ടാലൻസ് മാത്രമല്ല അറിയേണ്ടത്, നമ്മൾ ഏത് ഏരിയയിലാണ് നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ഞാൻ വീക്ക്നെസ് എന്ന് പറയാറില്ല സാധാരണ. ഏരിയാസ് ടു ഇമ്പ്രൂവ് നമ്മൾ ചോദിക്കും കുട്ടികളോട്. അപ്പം പറയും മടി, അല്ലെങ്കിൽ അഡിക്ഷൻ, അല്ലെങ്കിൽ പറയും ഒന്നിനെ കുറിച്ചിട്ടും ഞങ്ങൾ ചെയ്യാറില്ല. റിസർച്ച് ചെയ്യാൻ പറയും നമ്മൾ. ഇപ്പൊ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ ആ ഏരിയയിൽ എന്തൊക്കെ ജോബ്സ് ഉണ്ട്, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അപ്പോഴായിരിക്കും അവർ ആലോചിക്കുന്നത്. ഫോണിൽ കളിക്കുന്ന പിള്ളേരുണ്ട്, അപ്പൊ അവരോട് ചോദിക്കുന്നതാണ് ആ ഏരിയ നോക്ക്, നമുക്കായിട്ടുള്ള ഒരു ഏരിയ കണ്ടെത്തുക, അത് നമ്മളെ തന്നെ നമ്മൾ ആരാന്ന് അറിയുക. ആ ഒരു അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടികൾ ഒരു പക്ഷേ ആ ടോപ്പിക്കിനെ കുറിച്ച് കേട്ട് കഴിയുമ്പോഴായിരിക്കും അവരറിയുന്നത്. നമ്മളിത് ആക്ച്വലി ഇങ്ങനെ ഒരു ലെക്ചറിങ് അല്ല ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം ആ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അവരുടെ തന്നെ അങ്ങനത്തെ സെഷൻസിൽ ഒരുപാട് പിള്ളേർ ബ്രേക്ക് ഡൗൺ ചെയ്ത് അയ്യോ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് സെൻറ്റിമെൻ്റൽ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൽഫ് അവയർനെസ് അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. സെൽഫ് ഗ്രോത്ത് വേണമെങ്കിൽ ഈ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസും എസ്റ്റീമും അതുപോലെ തന്നെയാണ് സെൽഫ് വേർത്ത്, ഹൗ വേർത്തി ആയാം. ഇപ്പം നേരത്തെ അന്നെ പറഞ്ഞ പോലെയാണ് ആ ഒരു സ്റ്റക്ക് ഫീലിംഗ് ഉള്ള കുട്ടികൾക്കൊക്കെ ആ സെൽഫ് വേർത്ത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിസണേഴ്സ് എല്ലാവർക്കും നമുക്ക് ഈ ഒരു ടാസ്ക് കൊടുത്താലോ മാം? കൊടുക്കാം. സെൽഫ് അവയർനെസ് തീർച്ചയായിട്ടും. അതെ. അപ്പോൾ മാം അതൊന്ന് പറഞ്ഞോ, എങ്ങനെ അത് ചെയ്യണം നമ്മൾ? ആക്ച്വലി എഴുതേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നെ കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആരാണ്? എനിക്കാണ്. ഇപ്പൊ ഞാൻ അന്നയ്ക്ക് തന്നെ തരാം. അന്ന ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് ഒന്ന് അന്നയുടെ പേര് എഴുതുക, എന്നിട്ട് അന്നയ്ക്കുള്ള സ്കിൽസ് എന്തൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കുറച്ച് കിട്ടും. പിന്നെ നമ്മൾ കുറച്ചും കൂടി ചിന്തിച്ച് നോക്കുക. അതായത് ചിലപ്പം പിള്ളേരാണെങ്കിൽ ആദ്യം എഴുതുന്നത് പഠിക്കാൻ കഴിവുണ്ട്, ഡാൻസ് ചെയ്യാനുണ്ട്, പാട്ടുണ്ട്, അത്രയും പറയും. ചിലർ ഒരു ഫുട്ബോൾ കളിക്കാൻ. അതല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഏതൊക്കെ ആസ്പെക്റ്റ് നമുക്ക് പറ്റും. സൗണ്ട് യൂസ് ചെയ്യുന്ന ആളാണ് എന്നെ അല്ലേ? അപ്പം ആ സ്കിൽസ് എല്ലാം എഴുതുക. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ അതിന് നെഗറ്റീവായിട്ടല്ല പറയുന്നത്, ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അത് ഞാൻ ആദ്യം ചെയ്യാതെ ഞാൻ ഇതിന്റെ കുറച്ചും കൂടി ഞാൻ ടിപ്പ് പറഞ്ഞുതരാം. അപ്പൊ ഗൈസ്, എനിക്കും കുറച്ചധികം ആക്ടിവിറ്റി ഇവിടെ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഇനി ഒരു പാട്ടിലേക്ക് പോയിട്ടേ ബാക്കി വിശേഷങ്ങൾ അറിയുന്നുള്ളൂ. ആൻഡ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സ്വന്തം ടാലൻസ് ഒക്കെ മനസ്സിലാക്കി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാം പറഞ്ഞ പോലെ ആ വേർഡ് തന്നെ ഞാനും യൂസ് ചെയ്യുന്നു. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മേഖലകൾ കൂടി കണ്ടുപിടിച്ചിരുന്നുള്ളൂ. നമ്മൾ ഇതിനൊരു മാറ്റം, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കും. കൂടെയുള്ളത് അന്നയാണ്. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഫാമിലി കൗൺസിലറും ലൈഫ് സ്കിൽ ട്രെയിനറുമായിട്ടുള്ള മിസ് ബീന മൻസൂറാണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് അന്നയും. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ലൈഫ് സ്കിൽ ട്രെയിനറും അതുപോലെ ഫാമിലി കൗൺസിലറുമായിട്ടുള്ള ബീന മൻസൂറാണ്. ബീന മാം, നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അതിനുള്ള റീസൺ വലുതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുൻപ് മാം എനിക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ മനസ്സിലാക്കി എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, സന്തോഷിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. അല്ല, എന്നെ കൂടി സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഭയങ്കര കഴിവല്ലേ? അല്ല, അതിന് പൈസ കിട്ടുന്ന പരിപാടി ഉണ്ട്. കോഫി ടേസ്റ്റർ, ടീ ടേസ്റ്റർ, ഫുഡ് ടേസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞ് ഇപ്പം അതിന് ഇതുണ്ട്, ജോലിയുണ്ട്. ഓഹോ, ഓക്കെ, ഇതൊരു വരുമാന മാർഗം കൂടി. അതെ 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 അതെ. പിന്നെ നന്നായിട്ട് സ്മൈൽ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കഴിവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ കുറെ പേര് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഞാനും ചെയ്യാറുള്ള കാര്യമാണല്ലോ. അപ്പോൾ യെസ് ഗൈസ്, നിങ്ങളുടെ ടാലന്റ് തന്നെയാണിത്. ഇതുപോലെ കലക്കൻ ടാലന്റുകളൊക്കെ കണ്ടുപിടിച്ച് സ്വയം ഒന്ന് സന്തോഷിച്ചോളൂ. ആൻഡ് നമ്മളിപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക്, മാമിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്സിലേക്കും നമ്മൾ കടക്കാൻ പോവാണ്. ഓക്കെ,
ഹെൽത്തി റിലേഷൻഷിപ്സ്. അതായത് നമുക്കറിയാം പല തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവാം. അതായത് ഞാനിപ്പോൾ എനിക്ക് എൻ്റെ പാരൻസുമായിട്ടുള്ള റിലേഷൻ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഓരോരോ ബന്ധങ്ങളിലും ഞാൻ പല രീതിയിൽ തന്നെയായിരിക്കും അവരോട് പെരുമാറുന്നത്, അല്ലെ? അപ്പൊ അവരോട് പെരുമാറുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാം, പല രീതിയിലുള്ള സന്തോഷങ്ങൾ വരാം, ഈക്വൽ ആയിട്ട്, അല്ലെ? അപ്പോൾ മൊത്തത്തിൽ എല്ലാ റിലേഷൻസിനെയും ഒരുപോലെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് അതിനെ ഓവർകം ചെയ്ത് വീണ്ടും ആ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതാണല്ലോ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മാം? ആക്ച്വലി സിമ്പിളാണ്. ഒരു 4 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് യു ഷുഡ്, അതായത് റെസ്പെക്റ്റ് ചെയ്യുക. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ, അവരുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ ആരാണ് അവർ, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരെവിടെ നിന്ന് വരുന്നു, അതൊന്നും അല്ല ഇഷ്യൂ. അവരായി തന്നെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അതിപ്പോൾ കുട്ടികളാണെങ്കിൽ പേരൻസ് ആണെങ്കിലും കുട്ടികളെ, ചില പേരൻസ് ഉണ്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ ആള് എന്ന്, അതല്ല. അവനൊരു സെപ്പറേറ്റ് ഇൻഡിവിജ്വലാണ്. അവൻ്റേതായിട്ട് ഇഷ്ടങ്ങളും അവൻ്റേതായിട്ടുള്ള കഴിവുകളും ഉണ്ടാവും. അത് റെസ്പെക്റ്റ് ചെയ്യുക. പേരൻസ്, ഇപ്പോഴത്തെ കുട്ടികൾ, ചില കുട്ടികൾ അങ്ങനെയുണ്ട്, എന്നോട് ഇങ്ങനെ ഉണ്ടെങ്കിലേ ഞാൻ നിൽക്കുള്ളൂ, അങ്ങനെയല്ല. പേരൻസ് ആയതുകൊണ്ട് മാത്രം തന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളീഗ്സ് തമ്മിൽ ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ടാവും. നമുക്ക് ആ ഒരു ബന്ധത്തിന് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആവും. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ട്രസ്റ്റാണ്, വിശ്വാസം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും വിശ്വാസം, അത് നമ്മൾ തകരാതെ നോക്കേണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും നമുക്ക് ആ വിശ്വാസം തിരിച്ചു കിട്ടാനായിട്ടുള്ളത്. അതപ്പോൾ പരസ്പരമായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള ഏത് റിലേഷൻ ആണെങ്കിലും വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ വരുന്ന ഒരു ഇഷ്യൂ ആണത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നെവർ എവർ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കുക. അത് ട്രസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു ടാലൻ്റാണ്. ആ ടാലൻ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുക. ലേൺഡ് ബിഹേവിയറാണ് അത് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ടുള്ള. തേർഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. അന്ന ഈ ഒരു ഇതിലിരിക്കുന്ന കാരണം അന്നയ്ക്ക് അറിയാം അല്ലേ, ഈ ഇത്രയും പ്രേക്ഷകരെ പിടിച്ചിരുത്താനായിട്ട് കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. എനിക്ക് തോന്നുന്നു സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, രാഷ്ട്രീയക്കാരെടുത്താലും സിനിമ എടുത്താലും ഏത് ഫീൽഡ്, ടീച്ചേഴ്സ് എടുത്താലും പേരൻസ് തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഏത് റിലേഷൻഷിപ്പിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഫോർത്ത് എന്ന് പറയുന്നത് വാല്യൂസാണ്. ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള വാല്യൂസ് വേണം. അത് നമ്മൾ ക്ലിയറായിട്ട് നമ്മളത് ഈ 4 പോയിൻറ്റ്സും നമ്മൾ ക്ലിയറായിട്ട് നമ്മൾ കൺവേ ചെയ്യണം. എനിക്ക് എൻ്റെ വാല്യൂസ് ഇതാണ്, എനിക്ക് ഇങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓ ബ്യൂട്ടിഫുൾ. അതായത് നമുക്കറിയാലോ, നമ്മൾ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിലും ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ലെവലില് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു കാര്യമാണ് ഇപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. സോ നമ്മളെല്ലാവരും ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെങ്കിലും അല്ലെ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിലുള്ള പേഴ്സൺസുമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ മാം പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സ്ട്രെസ് ചെയ്തൊന്ന് പറയാണ്. ഒന്നാമത്തത് റെസ്പെക്ട് അല്ലെ, ആൻഡ് രണ്ടാമത്തത് നമ്മൾ ട്രസ്റ്റ് പറഞ്ഞു, മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് വാല്യൂസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാരൻസുമായിട്ട്, അല്ലെങ്കിൽ പാരൻസിനാണെങ്കിൽ അവരുടെ മക്കളോട്, അല്ലെങ്കിൽ കൊളീഗ്സിനോട്, ഫ്രണ്ട്സിനോട് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. എവിടെയെങ്കിലും ഒരു ചെറിയ ലെവൽ ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്, ഒരു 50% ഉള്ളെങ്കിൽ അതിനെ 100 ആക്കാനുള്ള, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് അവരെ സന്തോഷിപ്പിക്കൂ. ചിലപ്പോൾ ഒരു പുഞ്ചിരി മാത്രം മതിയാവും ഈ ഒരു ബുദ്ധിമുട്ടിനൊക്കെ, അല്ലെങ്കിൽ ഈ 50% 100 അല്ല 200% ആവാൻ അല്ലെ. അപ്പൊ നമുക്കൊരു പവർ, അല്ലെങ്കിൽ നമ്മുടെ ചാർജ് ഒന്ന് കയറാൻ ഒരു പാട്ട് കേട്ടിട്ട് വന്നാലും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് പവർ സെറ്റ് ആവാൻ വേണ്ടി ഒരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്. പാട്ടിന് ശേഷം ഇതുപോലെയുള്ള കുറേയധികം കലക്കൻ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് നമ്മൾ രണ്ടുപേരും മാം കൂടുതലായിട്ടും തിരിച്ചു വരുന്നതാണ്. ബീന മാം ആണ് നമ്മുടെ കൂടെ ഉള്ളത്, അന്നയുണ്ട് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM കേട്ടുകൊണ്ടിരിക്കുന്നത് ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ചിറകുകൾക്ക് കുറച്ചധികം ബലമേകാനായിട്ട് വലിയൊരു വ്യക്തി തന്നെയാണ് എത്തിയിരിക്കുന്നത്. വലിയൊരു ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി തന്നെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. DLSAയുടെ PLV, ഒപ്പം തന്നെ മെന്റർ, നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ ലൈഫ് സ്കിൽ ട്രെയിനർ, ഫാമിലി കൗൺസിലർ, ഇതൊക്കെ ആയിട്ടുള്ള ബീന മൻസൂർ. ബീന മാം, ഭയങ്കര ഒരു പോസിറ്റിവിറ്റി മാമിനെ കാണുമ്പോൾ അല്ലെങ്കിൽ മാമിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ആ ഒരു സ്മൈലിൽ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ആ സ്മൈല് ആളുകൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ അതെ, എന്നെ കുറിച്ച് അങ്ങനെ പറയാറുണ്ടല്ലോ. ആണോ? ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും നമ്മൾ പുഞ്ചിരിയുടെ കാര്യമൊക്കെ പറഞ്ഞ് പുഞ്ചിരിക്കാനുള്ള കുറച്ചധികം കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. നമ്മൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മുടെ ഈ ജനറേഷനിൽ പാരൻസും അതുപോലെ തന്നെ മക്കളും, മാതാപിതാക്കളും മക്കളും, ഇവർ തമ്മിലുള്ള ഒരു റിലേഷനിൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ, കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും, കുട്ടികൾക്ക് പാരൻസിനോടാണെങ്കിലും പാരൻസിന് കുട്ടികളോടായിട്ടുള്ള ഒരു റിലേഷനിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്ലി നേച്ചറായിട്ട് മാറിയ പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും ഈ കാലഘട്ടത്തിൽ പുതിയ പാരൻസിനോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. പുതിയ പാരൻസിന് എങ്ങനെ അവരുടെ മക്കളോടൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും? അതിന് എന്തെങ്കിലുമൊക്കെ ടിപ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അല്ല, ആക്ച്വലി പേരൻസ് ഫ്രണ്ട്സ് ആവേണ്ട കാര്യമില്ല. അവര് ഫ്രണ്ട്സ് ഇഷ്ടം പോലെ നമുക്ക് വേറെ ഉണ്ട് പുറത്ത്. പേരൻസ് ആയിട്ട് തന്നെ ഇരിക്കുക ചെയ്യേണ്ടത്. അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ലി പേരൻസ് ആയിരിക്കും. പേരൻസ് എപ്പോഴും പേരൻസ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്ത് നമുക്ക് കിട്ടുകയാണെങ്കിലും പേരൻസിനെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ആ പേരൻറ്റിൻ്റെ ആ ഒരു റൈറ്റ് കൊടുക്കണം. പേരൻസും അത് റിയലൈസ് ചെയ്യണം. ഞാനും എൻ്റെ പിള്ളേരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആവരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പേരൻസിന് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അവർക്ക് ലൈഫിൽ കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് അവർക്ക് റെസ്ട്രിക്ഷൻസ്, നോ പറയാനുള്ള കഴിവ്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നോ പറയാൻ പറ്റത്തില്ല കുട്ടികളോട്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് ചെറുപ്പത്തിലേ തന്നെ അവർ ആ നോ കേട്ട് ശീലിക്കാത്തതിൻ്റെ പ്രോബ്ലംസാണ് ലേറ്റർ ലൈഫിൽ വരുമ്പം അവരുടെ റിലേഷൻസിൽ പോലും ഇത് എഫക്റ്റ് ചെയ്യും. അവരെല്ലാവരെയും ആ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. ആ ചുറ്റുമുള്ള സോഷ്യൽ ലൈഫിലൊക്കെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും പിള്ളേർക്ക്. ഈ രീതിയിൽ തന്നെ ആയിരിക്കും എല്ലാ റിലേഷൻസും അവർ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പം ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന് ഫ്രണ്ട്ലി പേരൻസ് ആവാം, പക്ഷേ പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റി നെറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവർ ചെറുതിലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഒരു സ്റ്റക്കാവോ ഒന്നും ചെയ്യില്ല. എന്ത് കാര്യവും അവർക്ക് വന്ന് പേരൻസിനോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ സ്ട്രോങ് ആവും കുട്ടികൾ. അപ്പൊ ഇതാണ് ചെറിയൊരു തിരുത്തണ്ടേ. പാരന്റ്സ് ഫ്രണ്ട്സ് ആവേണ്ട ആവശ്യമില്ല, പാരന്റ്സ് തന്നെ ആവാ, ബട്ട് ഫ്രണ്ട്ലി പാരന്റ്സ് ആവാ എന്നുള്ളൊരു വലിയ മാറ്റം ലൈക്ക് നമ്മുടെ സംസാരത്തിലാണെങ്കിൽ ആ ഒരു മാറ്റം വന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മാറ്റം നല്ലൊരു കാര്യത്തിന് തന്നെ ആവട്ടെ. നമ്മുടെ കുട്ടികൾക്ക് പാരന്റ്സിനോട് എന്തും തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റട്ടെ. സോ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായും. ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ എടുക്കുവാണ്. പാട്ടും കേട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം ഉയരയിലേക്ക്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഫാമിലി കൗൺസിലർ, ലൈഫ് സ്കിൽസ് ട്രെയിനർ ആയിട്ടുള്ള ബീന മൻസൂറാണ്. 89.6 FM സർഗക്ഷേത്ര. You are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഉയരയിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ലൈഫ് സ്കിൽസ് ട്രെയിനർ ആയിട്ടുള്ള ബീന മൻസൂറാണ്. ബീന മാം, നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കുറച്ച് മുൻപ് വരെ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് അല്ലേ? നേരത്തെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാരൻസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ അങ്ങനെ മാറ്റുക എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ്. സോ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാരൻസിനെ ആയിട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മൾ മൊത്തത്തിൽ ജനറൽ ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. വേറെ ഒന്നല്ല, പ്രായഭേദമന്യേ എല്ലാവരും അച്ചീവ് ചെയ്തിരിക്കേണ്ട ലൈഫ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിയാം കുറെ ഉണ്ടാവും, എനിക്കറിയാം. അപ്പോൾ അതൊന്ന് നമുക്ക് ഷെയർ ചെയ്യാവോ മാം? ആക്ച്വലി നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള 10 സ്കിൽസ് ഉണ്ട്. അപ്പം നമ്മൾ ചോദിക്കും ഈ 10 സ്കിൽസ് ഇത് സക്സസ് ലൈഫിൽ വിജയിക്കാൻ വേണ്ടി നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള സ്കിൽസാണിത്. അപ്പം നമ്മൾ പറയും പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും
ഈ 10 സ്കിൽസ് നമ്മളതെങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇപ്പം നമ്മൾ നേരത്തെ ഒരു ടിപ്പ് പറഞ്ഞു, സെൽഫ് അവെയർനെസ് അല്ലേ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് അവെയർനെസ് നമ്മളെ തന്നെ സ്വയം തിരിച്ചറിയുക. സ്വയബോധം എന്ന് പറയും. എൻ്റെ സ്ട്രെങ്ത്ത്, എൻ്റെ കഴിവുകൾ, ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഞാൻ ആരാവണം, എൻ്റെ ആഗ്രഹങ്ങൾ എന്താ, ഇഷ്ടങ്ങൾ എന്താ, ആ ഒരു അവെയർനെസ് ഉള്ള ഒരു കുട്ടിക്ക് അവർ കുറച്ചും കൂടി ഫോക്കസ് കിട്ടും, കോൺഫിഡൻസ് കിട്ടും, സെൽഫ് വർത്ത് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു അത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണം. അതിൽ തന്നെ കുറേ ഏരിയാസ് ഉണ്ട്. നമ്മൾ പറയും വേർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. എൻ്റെ മുൻപിലിരിക്കുന്ന ആൾ സംസാരിക്കാതെ തന്നെ അയാളുടെ മുഖഭാവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയാലേ എനിക്ക് നല്ലൊരു കൗൺസിലർ ആവാൻ പറ്റുള്ളൂ, അല്ലേ? ചിലപ്പം പുറത്തു പറയുന്ന കാരണങ്ങളായിരിക്കില്ല ആ കുട്ടി ചിലപ്പം അവളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ്. ഇപ്പം ചിലപ്പം കണ്ണിലൂടെയോ അല്ലെങ്കിൽ മുഖത്തൂടെയോ അവളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയോ ടോണിലൂടെയോ ആയിരിക്കും ചിലപ്പം ഞാൻ ആ വിവരം അറിയുന്നത് എന്താണെന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ തീരുമാനമെടുക്കുക എന്നുള്ളൊരു സ്കില്ലുണ്ട്. ഡിസിഷൻസ്, എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടുന്ന ഡിസിഷൻസ് ഞാനാണ് എടുക്കേണ്ടത്. ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഡിസിഷൻസ് മിക്കവാറും മറ്റുള്ളവരായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് നിസ്സാരം 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കിഷ്ടം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫുണ്ട്, MBBS ഡോക്ടറാണ്. പക്ഷേ അവൾക്ക് ഡോക്ടർ ആവാനായിരുന്നില്ല താല്പര്യം ഉണ്ടായിരുന്നത്. അവൾക്ക് എൻജിനീയറിംഗ് ഫീൽഡായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്, കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. ഇപ്പോഴും ഡോക്ടറായിട്ട് ഇരിക്കുന്നില്ല. എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഇപ്പം ലേറ്റർ ലൈഫിൽ പോലും ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മുടെ ആ ചൂസ് ചെയ്ത പ്രൊഫഷൻ നമ്മൾ ചൂസ് ചെയ്യാതിരുന്നത് കൊണ്ടിട്ടാണ് ആ ഡിസിഷൻ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് തുറന്നു പറയാൻ പറ്റിയില്ല പേരൻസിനോട്. പഴയ കാലങ്ങളിൽ അങ്ങനെയാണ്, നമുക്ക് വേണ്ടി മറ്റുള്ളവരാണ് ഡിസിഷൻസ് എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എനിക്ക് ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ തന്നെ എൻ്റെ മോള് ജെനറ്റിക്സ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെ, അന്ന് കേരളത്തിൽ ഇല്ല ജെനറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റില്ല. ഞങ്ങളെല്ലാവരും പോയി നോക്കിയതാണ്. അങ്ങനെയാണ് ബാംഗ്ലൂർ കൊണ്ടുപോയി ചേർത്തത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ, ഇപ്പോൾ പുറത്ത് പഠിക്കാൻ UK MSc പഠിക്കാൻ വേണ്ടി പോയതും അവളുടെ ഡിസിഷനായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് അവരുടെ ലൈഫാണ്, അവർ ആ ലൈഫിൽ ഹാപ്പി അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് ലേറ്റർ ലൈഫിലായിരിക്കും വരുന്നത്. അപ്പം ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് കുറേയൊക്കെ അവർ ആ ഒരു സ്കില്ല് അവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ്, ഇപ്പോൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെ +2 കഴിഞ്ഞ് താല്പര്യമില്ലാതെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചേരുന്ന കുട്ടികളുണ്ട്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റർ ലൈഫിൽ അതൊരു റിയലൈസ് ചെയ്യുമ്പം മാറ്റാൻ പറ്റില്ല അത്. അതായത് അല്ലെങ്കിൽ പിന്നെ കുറേ പ്രായം കഴിഞ്ഞിട്ട് സൈക്കോളജി എടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ +2 കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ടോ ഒരു ബ്രേക്ക് എടുക്കണം. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൾ അങ്ങനെയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഇയർ ബ്രേക്ക് എടുത്തിട്ട് NGOയിൽ വർക്ക് ചെയ്യാണ് അവൾ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇനി PG ആണോ എന്താണെന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ, അവരെടുക്കുന്ന ഡിസിഷൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെ വേണം. അതിന് നമ്മൾ ഗൈഡൻസ് കൊടുക്കുക ആസ് പേരൻസ്. ഇപ്പം നമുക്ക് അല്ലാതെയുള്ള ആൾക്കാർക്കാണെങ്കിലും നമ്മുടെ ആ ഡിസിഷൻ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് തീരുമാനം എടുക്കുന്നതും നല്ല തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രേക്ക് എടുത്താലോ? ഓക്കെ, വെള്ളം കുടിച്ചിട്ട് ഒന്ന് പവറായിട്ട് വരാം അല്ലേ? ഒന്നും കൂടി പവറായിട്ട് വരാം. ഇനിയും ഉണ്ട് കുറേ സ്കിൽസ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചെത്താം. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ബീന മാം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ളത് അന്നയാണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. ഇന്ന് ഉയരയിലൂടെ നമ്മൾ വളരെ വളരെ ആവശ്യമുള്ള കുറേ അധികം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ വൈബിനുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഫാമിലി കൗൺസിലർ, ലൈഫ് സ്കിൽസ് ട്രെയിനർ, DLSAയുടെ PLV, ഒപ്പം തന്നെ മെന്റർ, ഇതെല്ലാമായിട്ടുള്ള ബീന മൻസൂർ. ബീന മാം, നമ്മൾ ആക്ച്വലി ഒരു ബ്രേക്ക് ഇട്ട് നിൽക്കുവാണ് അല്ലെ? നമ്മൾ ഒരു പോസ്റ്റിൽ നിന്ന് വരുന്നു. ഇനിയിപ്പോ നമുക്ക് റെസ്യൂം ചെയ്താലോ? ശരിക്കും കുറച്ച് മുൻപ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള
ലൈഫ് സ്കിൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അപ്പോൾ നമ്മൾ സെൽഫ് അവെയർനെസ്സിനെ പറ്റി സംസാരിച്ചു, കമ്മ്യൂണിക്കേഷനെ പറ്റി സംസാരിച്ചു, ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റി സംസാരിച്ചു. ഇനിയും നമുക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാനുണ്ട്. അടുത്ത സ്കില്ല് വേണ്ടതെന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല അല്ലേ. അപ്പോൾ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. എല്ലാ പിള്ളേരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേരല്ല മനുഷ്യന്മാരെല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസിലാണ് ഫോക്കസ് ചെയ്യുക. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നൊരു സ്കില്ല് കംസ് ടുഗെദർ ആണ്. പ്രോബ്ലംസും ഉണ്ട്, അതിൻ്റെ കൂടെ സൊല്യൂഷനും ഉണ്ട്. നമ്മളത് ആ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷനും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ സൊല്യൂഷനിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ പറയില്ലേ താക്കോല് അല്ലേ, താക്കോലില്ലാതെ എവിടെയെങ്കിലും താഴ് കൊടുക്കാറുണ്ടോ? ഇല്ല. അപ്പൊ പ്രശ്നം ഉണ്ടാവുന്നതിൻ്റെ കൂടെ തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു ഏരിയയും കൂടി ഉണ്ടാവും. നമ്മൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ പതറിയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും പ്രശ്നം മാത്രമായിരിക്കും. അതിൻ്റെ കൂടെയുള്ള ഒരു സൊല്യൂഷൻ്റെ കാര്യം നമ്മൾ ഏരിയയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ടൈമിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഒരു സൊല്യൂഷൻ കണ്ടു അല്ലേ. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നമ്മൾ ആ പരിഹാരത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആയിട്ടിരിക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ എഴുതിയിടുക, എന്നിട്ട് നമ്മളതിന് ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം ഇപ്പോൾ 12th കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് പറയും എന്തെടുക്കണം എന്നറിയില്ല, അതാണ് അവരുടെ പ്രശ്നം. പക്ഷേ അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലം എഴുതിയിടാൻ പറയും. അറിയില്ല വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ളത് 1, 2, 3, 4 ഓപ്ഷൻസ് കൊടുക്കുക. ടാലൻസ് എന്തെല്ലാം വരുന്നത്, ഇഷ്ടം ഏതാണ്, നമ്മൾ ഭാവിയിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന പൊസിഷൻ ഏതാണ്. അപ്പം ആ പ്രോബ്ലം സ്റ്റക്കാന്നുള്ള പ്രോബ്ലം 4 ഓപ്ഷൻസ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. അപ്പം പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗോ ഫോർ ഓപ്ഷൻസ്, അതാണ് പ്രോബ്ലം സോൾവിങ്. ബ്യൂട്ടിഫുൾ. ഇനി അടുത്തൊരു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യമാണത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആൻഡ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് നമ്മൾ പറയും 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ ടെൻഷന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രെസ്സാണ്. ഈവൺ അതിൻ്റെ കറക്റ്റ് മീനിങ് അറിയാതെ തന്നെ അവരത് യൂസ് ചെയ്യുന്നുണ്ട്. അത് പറയാം. അപ്പോൾ അവർക്ക് ആ ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാവുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം ഇഷ്യൂ ഉണ്ട്. അത് നമ്മൾ എന്താണ് അതിൻ്റെ പുറകിലുള്ളതെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്കണ്ഠ, ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കത് ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റും. ഇമോഷൻസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ഈ സ്ട്രെസ്സിന് വരാനുള്ള കാരണം എന്താ നമുക്ക് അന്വേഷിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻസ് കിട്ടുന്ന ആൾക്കാരോട് നമ്മൾ പറഞ്ഞാലേ നമുക്ക് ആ ഹെൽപ്പ് കിട്ടുള്ളൂ. സത്യം. നമുക്ക് ഈ സ്ട്രെസ് ബസ്റ്റേഴ്സ് ഉണ്ട്. ചില ആൾക്കാർ പറയും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കും, വെറുതെ സംസാരിക്കാൻ വരുന്നതെന്ന് പറയും. അതിൻ്റെ പുറകിലൊരു കാര്യം ഉണ്ടാവുമായിരിക്കും എപ്പോഴും. അപ്പം കൗൺസിലിങ്, അല്ലെങ്കിൽ നമ്മളിനി കുറച്ചും കൂടി വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ ആങ്സൈറ്റിയാണത് ഡിസോർഡറിലേക്ക് വരെ പോകുന്നത്. അപ്പം നമ്മൾ ചെറിയ ഇഷ്യൂ ഉള്ളപ്പോൾ തന്നെ നമ്മളത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂസിലേക്ക് പോകും. അങ്ങനെ ഒരു ഇഷ്യൂസിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അത് കുറേ ലോങ് ടേം ആയിട്ടൊരു ഇഷ്യൂ ആവുന്നത്. അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇമോഷൻസ്. ചില ആൾക്കാരുണ്ട് ആങ്കർ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്, അതുപോലെ ഷോർട്ട് ടേം. ഇപ്പോഴുള്ള കുട്ടികൾ എനിക്കൊന്ന് കൂടുതൽ ആ കാറ്റഗറി പെടുന്നുണ്ട്. എങ്ങനെ ആരോട് എങ്ങനെ ഇമോഷൻസ് പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ ഇപ്പം ഗേൾ ഫ്രണ്ട് പ്രശ്നം വരുന്നു, ഉടനെ കുത്താൻ പോകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ഒക്കെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഈ സ്ട്രെസ്സ് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ്. ആ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ വിമർശനാത്മകമായ ചിന്ത. നമുക്കെല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ അറിയാം, പക്ഷേ ഒരു കോയിന് 2 വശമുണ്ടെന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ 6 വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഞാനിരിക്കുന്ന ഭാഗത്ത് എനിക്ക് 6 ആയിട്ട് തോന്നും, പക്ഷേ അന്നെ ഇരിക്കുന്ന ഭാഗത്ത് അന്നയ്ക്കത് 9 ആയിട്ട് തോന്നും. അപ്പോൾ ഒരു കോയിന് 2 സൈഡ് ഓഫ് ദ സ്റ്റോറി ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ കുട്ടികൾ ചിന്തിക്കാനായിട്ട് പഠിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ട്. അതായത് ക്രിയേറ്റീവായിട്ട്, അതായത് എന്താ പറയുക, നമ്മൾ ഒരേ കാര്യം തന്നെ ഒരേ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കാതെ അതിന് പല മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ ചിലപ്പം
നമ്മൾ പറയും ഒരു കല്ല് അല്ലേ, കല്ല് കൊണ്ടാണ് വീടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ബസ്സിൻ്റെ ജനൽ പൊട്ടിക്കണമെങ്കിൽ കല്ല് യൂസ് ചെയ്യാൻ പറ്റും. കത്തി അതെങ്ങനെയാണ്, കത്തി ആപ്പിൾ മുറിക്കാൻ പറ്റും, നമുക്ക് ഒരാളെ വേദനിപ്പിക്കാനും സാധിക്കും. അപ്പം നമുക്ക് എന്ത് സ്കില്ലുണ്ടെങ്കിലും അതിനെ ക്രിയേറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ വേണ്ടുന്ന ഏറ്റവും വലിയൊരു സ്കിൽ എന്ന് പറയുന്നത് എംപത്തി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എംപത്തി ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയണ്ടേ, അതിനൊന്നും ഒന്നും പറയാനില്ല. സിമ്പതി അല്ല വേണ്ടത്, മറ്റൊരാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ സാധിക്കുക. അത് ചെറിയൊരു കുട്ടിയല്ല, നമ്മൾ ഏതൊരു ഇൻഡിവിജ്വലിനും ഏറ്റവും കൂടുതൽ ലൈഫിൽ വേണ്ടുന്ന ഒരു കാര്യമാണ് എംപതി, തന്മയീഭാവം എന്നാണ് പറയുന്നത്. അതില്ലാത്ത ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എല്ലാവരിലും ഉണ്ട് അത് എംപതി. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഗ്രാഫ് കുറഞ്ഞും കൂടിയിരിക്കും. അപ്പോൾ എപ്പോഴും ആ ഒരു ഏരിയ, നമ്മൾ ഈ പറഞ്ഞ ഈ ഏരിയാസ് എല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. സക്സസ് വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്കിൽസാണ് ഈ 10. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും നമുക്കിനി ഇത്രയും സ്കിൽസ് അല്ലേ നമ്മളിത് കേൾക്കുമ്പോൾ ഓക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകളാണ്, പക്ഷേ ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊക്കെ ഈ വാക്കുകളുടെ മീനിങ് തേടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോന്നിൻ്റെയും വാല്യൂസ്. സോ ഈ ലൈഫ് സ്കിൽസ് നമ്മുടെ ലൈഫ് സേവേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ ലൈഫ് സേവറിനെ മുറുകെ പിടിച്ചോളൂ. ആൻഡ് കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. നല്ല നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഉള്ള ബന്ധങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. മൊത്തത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങാൻ പറ്റും അല്ലേ? തീർച്ചയായും ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട്? സോ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയധികം ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഞങ്ങൾ 2 പേര് എത്തുന്നതാണ് പാട്ടുകൾക്ക് ശേഷമാണ് കേട്ടോ. കൂടെയുള്ള തന്നെയും ഒപ്പം തന്നെ നമ്മുടെ ഫാമിലി കൗൺസിലർ, ലൈഫ് സ്കിൽ ട്രെയിനർ ഒക്കെ ആയിട്ടുള്ള ബീന മാമു ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഒപ്പം തന്നെ എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഫാമിലി കൗൺസിലർ, ലൈഫ് സ്കിൽ ട്രെയിനർ ഒക്കെ ആയിട്ടുള്ള ബീന മാം ആണ്. ബീന മൻസൂർ മാം, കുറച്ചു മുൻപ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത്. അതായത് ഒരു ഇൻഡിവിജ്വലിന് ആവശ്യമായിട്ടുള്ള ലൈഫ് സ്കിൽസിനെ പറ്റി, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് കടക്കാണ്. ഇപ്പൊ കുറെ പേർക്കും അവര് നേരിടുന്ന ഒരു ഇഷ്യൂ ആണ്, അവര് മനസ്സുകൊണ്ടിട്ടും ഒക്കെയല്ല. അതായത് നമ്മളെപ്പോഴും പറയും ശാരീരികാരോഗ്യത്തിനോടൊപ്പം തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യം അല്ലെ? നമുക്ക് എനിക്ക് തോന്നുന്നു ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അതായത് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോ കൈവേദന വന്നു, നമുക്ക് ബാക്കി എന്തും ചെയ്യാം, സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാം. ഈ കൈ കൊണ്ട് എന്തെങ്കിലും വർക്കുകൾ നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ് മാറ്റി നിർത്തേണ്ടി വരിക. പക്ഷേ മനസ്സിന് ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മുടെ ബോഡി മൊത്തത്തിൽ തളരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ സ്റ്റോപ്പ് എന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തും. സോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു ഹെൽപ്പ് തേടുക. ഇപ്പോൾ മാമിൻ്റെ ലൈഫിൽ ഒരുപാട് പേർക്ക് മാം ഇതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കയറ്റിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മാമിന് ഇക്കാര്യത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു കണക്ട് ആവുകയും ചെയ്യും. അതായത് സഹായം തേടാനൊരു മടി പലർക്കും ഉണ്ടാവും. അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ, ഒരു കൗൺസിലറൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്നിട്ട് വേണം നാട്ടുകാർ അതും ഇതും പറയാൻ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം എന്നുള്ളൊരു, ചിലപ്പോൾ അവർ അത്രയും തകർന്ന് നിൽക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു അഭിമാനി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് ശരിക്കും അങ്ങനെ കരുതേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഇമോഷണൽ ആയിട്ട് നമുക്കൊരു കണക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുമ്പോൾ നമുക്കൊരു കോമ, അങ്ങനെ നമ്മൾ പറയുമല്ലോ, ഫുൾ സ്റ്റോപ്പിന് പകരം നമ്മളൊരു കോമ, ഒരു റെസ്യൂം ബട്ടൺ നമുക്ക് വേണമെങ്കിൽ ഒരു സഹായം തേടുന്നതിന് എന്ത് ചെയ്യാം? എങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും? അല്ലെ, ഇത് ഇപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട് ആക്ച്വലി. അതായത് ഇപ്പം സൈക്കോളജിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ ഏത് ഫീൽഡിലിരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു സ്റ്റക്ക് ഫീലിംഗ് വരാം. എനിക്ക് അങ്ങനെ വരാം. ഞാൻ മെൻറ്ററിങ് ചെയ്യുന്ന ആളാണ്, കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്, എനിക്കങ്ങനെ വന്നുകൂടായികയെന്നില്ല. അപ്പം എനിക്ക് എൻ്റെ ഒരു മെൻറ്ററായിട്ടുള്ള ഒരു സാറോ അല്ലെങ്കിൽ ഒരു ആളുണ്ടെങ്കിൽ അയാളടുത്ത് പോകുന്നതിന് എനിക്ക് കുഴപ്പമില്ല. നമുക്കുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണത്. ഒരു കൗൺസിലറുടെ അടുത്ത് പോയാൽ എന്തോ പറ്റി, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാർ തന്നെ പുറമേക്ക് അറിയരുത് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം ചിലപ്പോൾ വേറെ ഒരു ജില്ലയിലുള്ള ആളായിരിക്കും, അവരുടെ ജില്ലയിൽ വന്ന ആൾക്കാരറിയും,
അതുകൊണ്ട് കോട്ടയത്തോ എറണാകുളത്തോ പോവാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ആ സെൽഫ് വേർത്ത്. എനിക്ക് എൻ്റെ ഉള്ളിലൊരു ലൈഫ് ഉണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കെടാതെ നോക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ബാക്കിയുള്ള ആൾക്കാർ ആരും അതിനൊരു ആൻസർ പറയില്ല അല്ലേ. നമ്മൾ ആ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ആവശ്യമാണെന്നുള്ള ആ ഒരു റിയലൈസേഷൻ വരേണ്ടത്, അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആരുടെ അടുത്ത് പോകണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ചെറിയൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും നമ്മൾ പറയില്ലേ, ചെറുതിലേ നമ്മൾ നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ അത് വലുതാവില്ല എന്ന് പറയില്ലേ. ഇപ്പം ചിലപ്പം ചെറിയൊരു ആങ്സൈറ്റി ഇഷ്യൂ ആയിരിക്കാം, അത് നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുപാട് ട്രെയിനേഴ്സും ഹെൽപ്പും ഒരുപാട് ഏരിയാസ് ഉണ്ട് നമുക്ക്. ഇപ്പം നമ്മൾ തന്നെ പറയും, ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് പറയും നീ മെഡിറ്റേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നീ മറ്റേ യോഗ ചെയ്യൂ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ പോകുമെന്ന് പറയും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് തന്നെ അറിയാം നമ്മുടെ മെൻ്റൽ ഫീലിംഗ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കാതെ തന്നെ നമുക്കൊരു കൗൺസിലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോകാനായിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സെറ്റപ്പിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പം. കുറച്ചും കൂടി ആൾക്കാർ ഇപ്പോൾ ഫാമിലി പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ആരും കേൾക്കാനില്ല, എന്നെ ആരും മനസ്സിലാക്കാനില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അതുപോലെ തന്നെ എനിക്കൊരു കേസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഡം റിട്ടയർഡ് ലൈഫിലേക്ക് പോവുകയാണ്. ഇനിയും ഉണ്ട് ഒരു 2-3 months ഉണ്ട് റിട്ടയർ ചെയ്യാൻ. ഇപ്പോഴേ ആലോചിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അതായത് ഞാൻ ഇത്രയും നാളെ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു, എനിക്കിനി ഒന്നും ചെയ്യാനില്ല. ഞാൻ ഒരു ചെറിയൊരു ടിപ്പാണ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊരു ചെറിയൊരു ടിപ്പാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ 18 years മുൻപ് എന്തൊക്കെ ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ, ഗോ ബാക്ക് ടു ദാറ്റ് ലൈഫ്. പിന്നെ ഒരു ദിവസം ആ മാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല കുട്ടിയെ. കാരണം വെച്ച് കഴിഞ്ഞാൽ വീണ പഠിക്കാൻ പോകുന്നുണ്ട്, ഞാൻ യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട്, വീടിൻ്റെ മുറ്റത്ത് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ഒട്ടും സമയമില്ല, ഗാർഡൻ പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. 4 മണിക്കൂർ തികയുന്നില്ലല്ലോ. മറ്റേത് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ് സ്റ്റക്കായി നിൽക്കുന്ന ആ മാമ്, ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിന്ന മാമിനെ നമ്മൾ ജസ്റ്റ് ഒരു കോമയാക്കി മുൻപോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിലുണ്ട്, ഫാമിലി ലൈഫിലോ കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ ഇനി ഫ്രണ്ട്സുമായിട്ടോ ബിസിനസ്സിലോ എന്ത് ഏരിയയിലാണെങ്കിലും ഈ ഒരു കോമ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ എനിക്കൊന്ന് കുറച്ചും കൂടി എളുപ്പമാണത്. അപ്പോൾ ഗോ ഹെഡ്. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക, അവിടെ ചെല്ലുക. നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്, ഏതൊരു റിലേഷൻ ആണെങ്കിലും വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ഒരു വ്യക്തിയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവുക. അല്ലാണ്ട് വെറുതെ പോയിട്ട് നമുക്കും ഒരു സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക, പ്രശ്നങ്ങളൊക്കെ കഴുകി കളഞ്ഞ് തിരിച്ച് പുതിയ ഒരാളായിട്ട് കൂടെ വരും. പുതിയ ആളാവണമെന്നല്ല കേട്ടോ, പഴയ ആളെന്നെ മതി, പക്ഷെ പ്രശ്നങ്ങളില്ലാത്ത പഴയ ആളായിട്ട് തിരിച്ചു വരാം. എന്തായാലും നമുക്കൊരു പാട്ടൊക്കെ കേട്ട് ഒന്നുകൂടി ചില്ലായിട്ട് വരാം. ആൻഡ് അതിനുശേഷം നമുക്ക് അറിയാം, മാമിനെ ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. മാം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിലെ പാരാ ലീഗൽ വോളണ്ടിയർ കൂടിയാണ്. അപ്പോൾ നമ്മുടെ DLSAയുടെ മാത്രം അവൈലബിൾ ആയിട്ടുള്ള സർവീസുകളെ പറ്റി കൂടി നമ്മൾ അറിഞ്ഞേക്കാം അല്ലേ? അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ദിസ് ഇസ് സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗ ക്ഷേത്ര. You are listening to സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഉയരയിലൂടെ ഇന്ന് നമ്മൾ എല്ലാവരെയും മൊത്തത്തിൽ ഉയർത്തുന്ന കുറേയധികം കാര്യങ്ങളെ പറ്റി അറിഞ്ഞു. നമ്മുടെ ജീവിതം താഴെയാണ് കിടക്കുന്നതെങ്കിൽ അതിനൊക്കെ എടുത്ത് പൊടി തട്ടി എടുത്ത് നമ്മുടെ ചിറകൊക്കെ സെറ്റല്ലേ എന്നൊക്കെ നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് മുകളിലേക്ക് പറന്നുയരാനുള്ള കുറേയധികം ലൈഫ് സ്കിൽസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് നോക്കണം. സംസാരത്തിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും ഇത് വേണം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു എക്സ്പെർട്ട് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ലൈഫ് സ്കിൽ ട്രെയിനർ, ഫാമിലി കൗൺസിലർ, ഒപ്പം തന്നെ മെന്ററാണ്. പിന്നെ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ DLSAയുടെ PLV ആണ്. അപ്പോൾ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും സ്നേഹത്തോടു കൂടി ബീന മൻസൂർ. ബീന മാം, നമ്മളപ്പോ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ആക്ച്വലി സമയം പോയത് അറിഞ്ഞില്ല എന്നുള്ളൊരു വേർഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാണ്. കാരണം ഇത്രയും ഫ്രീ ആയിട്ട് ഉള്ളൊരു ചാറ്റ് എനിക്ക് കിട്ടിയതിന്റെ സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും
ശരിയാണല്ലോ, സമയമൊക്കെ ഇത്രയായില്ലേ എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടാവും. ആൻഡ് നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പോൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി നമുക്ക് പബ്ലിക്കിന് ഒരുപാട് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ ടീമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പലർക്കും, സാധാരണക്കാർക്കാണെങ്കിലും പലർക്കും അറിയാത്ത കുറേയധികം അവകാശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സർവീസുകൾ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ് മാം? DLSA എന്ന് പറയുന്നത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് നാഷണൽ ലെവലുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 14 ജില്ലകളിലും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. ഞാനിവിടെ കോട്ടയം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ PLV ആണ്. PLV എന്ന് പറയുന്നത് പാരാലീഗൽ വോളണ്ടിയർ ആണ്. നമുക്ക് അങ്ങനെ കുറേ പാരാലീഗൽ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DLSAയിൽ അവർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ലോയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസ് നമുക്ക് കിട്ടും അവിടെ നിന്ന്, നമ്മുടെ DLSAയിൽ നിന്ന് കിട്ടും, ഹെൽപ്പ് ചെയ്യാറുണ്ട്. അസിസ്റ്റൻസ്, കോർട്ട് കേസസിൽ അസിസ്റ്റൻസ് കിട്ടാറുണ്ട്. കൗൺസിലിംഗ് ഉണ്ട്, അതിന് മീഡിയേഷൻ ഉണ്ട്, ഒത്തുതീർപ്പ്. പിന്നെ അതുപോലെ തന്നെ PLP എന്ന് പറയും, പ്രീ ലിറ്റിഗേഷൻ പെറ്റീഷൻ ഉണ്ട്, പൊതു താല്പര്യ ഹർജി ഉണ്ട്. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് തുല്യ നീതി നടപ്പാക്കാനായിട്ടാണ്, ആളുകളിലേക്ക് സാമ്പത്തികത്തിൻ്റെ ബാധ്യത ഇല്ലാതെ തന്നെ അവരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞൊരു ഭയങ്കര ഒരു സാമൂഹിക വിപ്ലവമാണ് അത് ആക്ച്വലി ഇത് ചെയ്യുന്നത്. ഇതിനൊന്നും സൗകര്യമില്ലാത്ത ആൾക്കാരിലേക്ക് മെയിൻ ഓബ്ജക്റ്റീവ് തന്നെ അങ്ങനെയാണ്, ആളുകളിലേക്ക്, സമൂഹത്തിലേക്ക് ഇത് എത്തുക. അതുപോലെ തന്നെ പ്രശ്നപരിഹാരം മാത്രമല്ല, ഈ മറ്റേ പോക്സോ കേസിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആക്സിഡൻറ്റ് ക്ലെയിംസ്, അതുപോലെ ഫാമിലി ഡിസ്പ്യൂട്ട്സ് ഒക്കെ നമ്മുടെ DLSAയിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കാറുണ്ട്. അദാലത്ത് നടത്താറുണ്ട് DLSAയുടെ അതിൽ, ലോക അദാലത്ത് എന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ചകളിലാണ് എല്ലാ ദിവസവും അത് വെക്കുന്നത്. എനിക്കൊന്ന് മാസത്തിൽ 2 അദാലത്താണ് നടത്താറുള്ളത്. അപ്പം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ പ്രശ്നങ്ങൾ, പൊതു താല്പര്യ ഹർജികൾ വരുന്നത് തന്നെ മെയിൻ റോഡിൻ്റെ പ്രശ്നങ്ങൾ വരും, ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ, ഒരുപാട് ഇങ്ങനത്തെ കേസുകൾ വരുന്നതൊക്കെ ഈ പൊതു താല്പര്യ ഹർജിയിലൂടെ തീർപ്പാലാക്കുകയും ചെയ്യും. അദാലത്തിൽ വരുന്നതിനുള്ള ഏറ്റവും മെയിൻ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള തീരുമാനം അന്തിമമാണ്, ഫൈനലാണ് ആ ഒരു വേർഡിക്റ്റ് വരുന്നത് അദാലത്തിൽ വരുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ. പിന്നെ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ DLSAയിൽ നമ്മുടെ ഡിസ്ട്രിക്ട് സബ് ജഡ്ജാണ് സെക്രട്ടറി ആയിട്ട് വരുന്നത്, ചെയർമാൻ വരുന്നത് ജില്ലാ ജഡ്ജിയാണ് വരുന്നത്. അപ്പം ഈ അവിടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിലൊരു വോളണ്ടിയർ മാത്രമാണ്. അതേപോലെ ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ DLSAയുടെ ഏറ്റവും വലിയൊരു ഏരിയയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും മാത്രമല്ല കുട്ടികൾക്ക് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് വാത്സല്യം എന്നുള്ള പദ്ധതിയെക്കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളുള്ള വീടുകളിൽ നിന്ന് കുട്ടികളെ 37 സെൻറ്റേഴ്സ് ഉണ്ട് DLSAയുടെ അതിൽ എനിക്കൊന്ന് 500ഓളം കുട്ടികളുണ്ട്. അവർക്ക് പേരൻസിൻ്റെ മാസത്തിൽ വിളിക്കണം എന്നുള്ള ഒരു ഡിസിഷൻ വരെ എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഫാമിലി കണക്ഷൻ വിട്ടുപോകാതിരിക്കാനായിട്ട് വാത്സല്യം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതുപോലെ വയോനന്മ, സ്പർശ്, കുട്ടികളിലെ ഭിന്നശേഷിക്കാരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്പർശ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. പിന്നെ അതുപോലെ ഇപ്പം കമ്മ്യൂണിറ്റി പ്രോഗ്രാമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ക്യാമ്പുകൾ എടുക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ലൈഫ് സ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ ആ ഒരു DLSAയുടെ കീഴിൽ സംയുക്തമായിട്ട് സമ്മർ ക്യാമ്പുകളൊക്കെ വരുന്നുണ്ട് കുട്ടികൾക്കായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികളിലേക്കും സമൂഹത്തിലേക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു വിപ്ലവം തന്നെ നടത്താനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അത് എല്ലാവരിലേക്ക് എത്തണം. അത് എനിക്ക് തോന്നുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എത്തിക്കുകയാണെങ്കിലാണ് നല്ലത്. തീർച്ചയായിട്ടും. എന്തായാലും ഉയരയിലൂടെ ഒരുപാട് പേർക്ക് ഇന്ന് കുറേയധികം കാര്യങ്ങളിൽ വലിയൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ടാവും അല്ലെ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളിൽ, കുറേയധികം മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഉറപ്പായിട്ടും DLSA, അതായത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സാധാരണക്കാർക്കും എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ പറ്റി നമ്മൾ കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ളൊരു ഒരു പിക്ചർ എല്ലാവരിലേക്കും എത്തി എന്നുള്ളത് കൂടി സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, DLSAയുടെ സർവീസുകൾ സാധാരണക്കാർക്ക് കുറച്ചുകൂടിയും ഫെമിലിയർ ആവണം. ആ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു നമുക്കും ഉണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സന്തോഷത്തിൽ നമുക്ക് പതുക്കെ ബൈ ബൈ പറഞ്ഞാലോ ബീന? യെസ്, എനിക്ക് തോന്നുന്നു ഇത്രയും നേരം
നമ്മൾ പല മേഖലയെയും പറ്റിയിട്ട് സംസാരിച്ചു. അതിപ്പോൾ എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ എല്ലാവരിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ഫാമിലി കൗൺസിലർ, ലൈഫ് സ്കിൽ ട്രെയിനർ, മെന്റർ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ DLSAയുടെ PLV എന്നുള്ള രീതിയിലൊക്കെ ഗംഭീരമായിട്ട് മാമിന്റെ സർവീസുകൾ നമുക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇനിയും പല മേഖലകളിലും മാമിന് എത്താനായിട്ട് പറ്റട്ടെ, വിചാരിക്കുന്ന എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് കൂടി നമ്മൾ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. ഓക്കെ, DLSAയുടെ സർവീസ് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ പറയണം, സബ് ജഡ്ജാണ് ഇതിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ കോട്ടയത്ത് പ്രവീൺ സാറാണ്. എനിക്കൊന്ന് ഇത്രയും ജെന്യുവനായിട്ട് ആളുകളിലേക്ക് DLSAയുടെ കാര്യങ്ങൾ എത്തുന്നതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ ഞങ്ങളുടെ സാറ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ സർഗക്ഷേത്രയിൽ ഞാൻ വരാനും ഒരു റീസൺ സാറാണ്. ഇപ്പോൾ സാറിനും DLSAയ്ക്കും അതെ ഒരു വലിയൊരു നന്ദിയുണ്ട്. അതുപോലെ തന്നെ സർഗക്ഷേത്ര എന്നെ വിളിച്ചതിലും എനിക്കൊരു ബിഗ് താങ്ക്സ്. കാരണം വെച്ചാൽ ഇത്രയും ആളുകളിലേക്ക് എത്താനും ഞങ്ങളുടെ വിഷൻ പറയാനുമായിട്ടൊക്കെ ഒരു സാധ്യത തെളിഞ്ഞത് അത് കാരണമാണ്. അതുകൊണ്ട് വളരെ താങ്ക്ഫുൾ. ഓക്കെ, അതുപോലെ തന്നെ കേട്ടിരിക്കുന്ന കൂട്ടുകാർക്കും നല്ലൊരു വെക്കേഷൻ ആവട്ടെ. നിങ്ങളുടെ സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം പങ്കെടുക്കുക, സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഇയർ നമുക്ക് സൂപ്പറാക്കാം. ഓക്കെ. അപ്പോൾ ഇനിയും കലക്കൻ പരിപാടികളുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര.